ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ. മോളുടെ ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടുപ്പിൻ്റെ ഈ ഒരു പ്രിൻറ്റ് വരുന്ന മോഡലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഉടുപ്പിലേക്ക് നമ്മുടെ ട്രേസിങ് പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടിവശത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഈ ഒരു പ്രിൻറ്റ് നമുക്കിതിലേക്കൊന്ന് ട്രേസ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ചെറിയ ഫ്രെയിമാണ് എടുത്ത് ഫ്രെയിമിൽ നമ്മൾ ഇതൊക്കെ വരച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കളർ മിക്സ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഞാൻ ആദ്യം ബ്ലൂ ആണ് എടുക്കുന്നത്. ഈ ഒരു ബ്ലൂ ഇല്ലേ, ഈ ഒരു ബ്ലൂ എടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒരു കുറച്ച് ആക്കി കൊടുക്കാം കേട്ടോ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് കളർ എടുത്തിട്ട് അത് വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ കുറച്ച് എടുക്കുന്നത്. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് വൈറ്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേറെ ഒന്നിലേക്കും നമുക്ക് കുറച്ച് വൈറ്റ് ആവശ്യമാണ് കേട്ടോ. നമുക്ക് വൈറ്റാണ് ഏറ്റവും കൂടുതൽ വേണ്ട കളർ കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു ബോക്സായിട്ട് വരും. ബോക്സിന് 100 രൂപ എങ്ങനെയാണ് വരുന്നത്. അല്ലാണ്ട് വൈറ്റ് മാത്രം ലൂസായിട്ട് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണത്തിന് 25 രൂപ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് കൊടുക്കേണ്ടത്. അതിന് ശേഷം ഇതുപോലത്തെ ബ്രഷ് എടുക്കുന്നുണ്ട്. 3 ബ്രഷ് എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ബ്രഷിന് പിന്നെ ഇത് കുറച്ച് ചെറിയ ബ്രഷ്, ഇത് നമ്മുടെ പോയിൻ്റ് ബ്രഷ്. ആദ്യം നമുക്ക് ഈ ബ്രഷാണ് ആവശ്യം. അപ്പോൾ ഈ ബ്രഷ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇതാക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും ഒന്ന് മിക്സാക്കി എടുക്കാം. വലിയൊരു ലൈറ്റ് ഷെയ്ഡ് ആവണമെന്നില്ല, കാരണം അടിവശത്ത് നമ്മൾ വൈറ്റ് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അടിവശത്ത് വൈറ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ഇത് വേണമെന്നില്ല. എന്നാലും എന്താ ചെറിയൊരു ഇതിൽ നമുക്കൊരു ബ്ലൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രഷ് ഒന്ന് കഴുകിയ ശേഷം ബ്രഷ് ഒന്ന് തുടക്കണം കേട്ടോ. നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് വൈറ്റാണ് കേട്ടോ. വൈറ്റ് ആദ്യം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കൊന്ന് വൈറ്റ് കളർ എടുക്കാം. അതിന് ശേഷം വൈറ്റ് ഇതുപോലെ നമുക്ക് എല്ലാത്തിനും കൊടുക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ ഓരോരോ ഇതള് ചെയ്യുന്ന സമയത്ത് മാത്രം വൈറ്റ് ഇട്ട് കൊടുക്കുക. കാരണം ആദ്യം തന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് എല്ലാത്തിനും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോകും. പിന്നെ നമുക്ക് അത് വൈറ്റ് ഇട്ടതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യുമ്പോഴും അടിയിൽ വൈറ്റ് കൊടുക്കുന്നതും കുറച്ചും കൂടി നല്ലത്. മറ്റു ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, പക്ഷേ ഞാനിതുപോലെയാണ് കേട്ടോ കൊടുക്കുന്നത്. വൈറ്റ് ആദ്യം ഓരോന്നിന് കൊടുത്തിട്ടാണ് ബ്ലൂ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ആവുമ്പോൾ ഫുള്ള് ചെയ്തു. അതിന് ശേഷം നമുക്ക് ബ്രഷ് ഒന്ന് കഴുകാം. ബ്രഷ് കഴുകിയതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച ബ്ലൂ ഇല്ലേ, ആ ഒരു ബ്ലൂ എടുത്തിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ ഇട്ടിട്ട് താഴത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കണ്ടേ അതാ. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് താഴത്തേക്ക് ഇങ്ങനെ ആദ്യം നമ്മൾ ആ ഒരു മുക്കിയിട്ട് എടുത്ത ആ ഒരു പെയിൻ്റ് ഇല്ല, അത് തന്നെ നമുക്കിങ്ങനെ താഴത്തേക്ക് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് ശേഷം നമുക്ക് ആദ്യം ബ്ലൂ ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ടത് ഇതുപോലെ താഴത്തേക്ക് ആ ഒരു ബ്ലൂ കളർ തന്നെയാണ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. മുകൾ വശത്ത് കുറച്ചധികം ഒരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. താഴത്തേക്ക് പോകുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടാണ് അത് വേണ്ടത്. അപ്പോൾ മുകൾ വശത്ത് കുറച്ച് ഡാർക്കിൽ തന്നെ ചെയ്യാം. താഴത്തേക്ക് പോകുമ്പോൾ കുറച്ച് ലൈറ്റ് ആക്കുക. ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം കൊടുക്കുമ്പോൾ നല്ല കട്ടിക്ക് കിട്ടും കേട്ടോ. ശേഷം താഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് വരണ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കൊന്ന് ബ്രഷ് കഴുകിയെടുക്കുക. ബ്രഷ് കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വൈറ്റ് എടുക്കാം കേട്ടോ. കുറച്ച് മതി. കുറച്ച് വൈറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അടിവശത്തുനിന്ന് ഇങ്ങനെ മുകൾ വശത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വേണമെന്നില്ല, കുറച്ച് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേണമെങ്കിൽ മുകളിൽ നിന്ന് ആദ്യം ഇതുപോലെ ബ്ലൂ എടുക്കുക. ആ ബ്ലൂ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ജസ്റ്റ് ഇങ്ങനെ എന്തിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി.
കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇത് മൊത്തത്തിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് വരാം. ശേഷം നമ്മൾ ഈ പോയിൻ്റ് ബ്രഷില്ലേ, ആ ഒരു പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ നേര് ബ്രഷില്ലേ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ കുറച്ച് കൂടി ഡാർക്ക് കളറാണ് എടുക്കുന്നത്. അപ്പോൾ ആ മിക്സാക്കിയ കളർ തന്നെ, പക്ഷേ അതിനേക്കാളും കുറച്ച് 2 ഡ്രോപ്പും കൂടി ഒരു ബ്ലൂ കളർ അതിൽ ആഡ് ആക്കിയിട്ടാണ് കേട്ടോ ഈ കുറച്ച് ഡാർക്ക് കളർ ആക്കിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഈ ബോട്ടിലുള്ള ഒരു ബ്ലൂ കളർ തന്നെ എടുത്താലും മതി. അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആ ട്രേസ് എടുത്തിൻ്റെ ഒരു യെല്ലോ കളർ വരയില്ലേ, ജസ്റ്റ് ആ ഒരു വരയാണ് ഔട്ട്ലൈനായിട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് പെയിൻറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ കാണുന്നില്ല, എന്നാലും ചെറിയൊരു ഗ്യാപ്പ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ കൂടി നമുക്കിത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്ത്, അധികം തടിയിൽ വേണ്ട, പക്ഷെ നമുക്കിത് കൈ വറക്കുന്നതുകൊണ്ട് കുറച്ച് തടി വരുന്നു. കുറച്ചായി ഞാൻ വർക്ക് ചെയ്തിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നേരെ രീതിക്ക് ഒന്ന് വരച്ചെടുക്കാം. പിന്നെ ഈ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ക്ലാസ് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഫസ്റ്റ് മുതലേ ക്ലാസ് ആയിട്ട് തന്നെ എടുത്തു തരാം. നമ്മളിവിടെ ഈ നീല കൊടുത്താണ് തന്നെയാണ് കേട്ടോ റോസും കൊടുത്തിട്ടുള്ളത്. വൈറ്റും റെഡും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു കളർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത് റെഡ് കൊണ്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഔട്ട്ലൈൻ ബ്ലൂ കൊണ്ട് തന്നെ കൊടുക്കാം, അങ്ങനെ നമുക്ക് കുറച്ച് കട്ടി കിട്ടും കേട്ടോ. ബ്ലൂ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് റെഡ് മിക്സ് ആക്കിയിട്ട് കൊടുത്തല്ല ഔട്ട്ലൈൻ കൊടുത്തത്. കറക്റ്റ് ഈ ഒരു ബോട്ടിൽ അതേ റെഡ് തന്നെ എടുത്തിട്ട് കൊടുത്തത്. മറ്റേത് ഇതേ ഒരു ബ്ലൂ തന്നെയാണ് എടുത്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ താഴത്തേക്കുള്ള ഇത് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഗ്രീനും വൈറ്റും ആണ് ആവശ്യം. ഗ്രീൻ എടുത്തിട്ടുള്ളത് വൈറ്റും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് കളറ് ഗ്രീൻ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ അടിവശത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഈ ഒരു ലൈറ്റ് കളറ് ഗ്രീനാണ് കേട്ടോ. നമ്മൾ അതിന് ശേഷം നമ്മൾ ഫുള്ള് ചെയ്തില്ലേ, അതിന് ശേഷം എനിക്ക് കുറച്ച് വൈറ്റ് കുറഞ്ഞതുപോലെ തോന്നിയിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു കൈമ്പോൾ ഫോൺ വിളിച്ച് ചെയ്യുന്നുണ്ടാകും കേട്ടോ, ചിലപ്പോൾ ഷേക്കായി എനിക്കാവും. അപ്പോൾ വൈറ്റ് കുറഞ്ഞോണ്ട് ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വൈറ്റ് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇവിടെ ബ്ലൂന്ന് ചെയ്തിട്ടുണ്ടോ, അത് എനിക്ക് ജസ്റ്റ് കുറച്ച് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ഇതിനും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയലായിട്ടുള്ള വീഡിയോ ആണ്, ഫാബ്രിക് പെയിൻറ്റ് ഫസ്റ്റ് മുതലുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.